ഹലോ. ഹായ്. ഞാൻ നെട്ടൂരിന്ന് ശ്രീലക്ഷ്മി. സ്റ്റാൻഡപ്പ് തുടങ്ങിയ പിന്നത് നട്ടൂരിപ്പോയ ശ്രീലക്ഷ്മി എന്ന് ഞാൻ ആക്കിയായിരുന്നു. അപ്പോ ഈ സൂര്യനെ കൊണ്ട് ഉണങ്ങുന്ന തുണിക്കും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ചെടികൾക്കും അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വെളിച്ചം കിട്ടും. ലൈറ്റ് കിട്ടും. ചേച്ചിക്ക് ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാവോ? പണ്ട് പഠിച്ചിട്ടുള്ള സാധനമല്ലേ ബ്ലൂ ലിറ്റ്മസ് ടേൺസ്, ആ സംഭവം അല്ലേ? മറ്റേ ബ്ലൂ ലിറ്റ്മസ് ടേൺസ് റെഡ്, റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ, ആ സംഭവം. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? പ്രകാശ സംശ്ലേഷണം എന്നാണ് മലയാളം. അത് ചെടികൾ സൂര്യപ്രകാശം വെച്ച് ഫുഡ് പാചകം ചെയ്യുന്ന ഫോട്ടോസിന്തസിസ്. കറക്റ്റ്. അപ്പൊ ഈ സൂര്യൻ കൊണ്ടുള്ള ഉപയോഗം സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കാണ്. കാരണം സൂര്യൻ ഉള്ളത് കൊണ്ടാണല്ലോ സമ്മർ വെക്കേഷൻ ഉള്ളത്. ഈ സമ്മർ വെക്കേഷൻ ഒക്കെ എനിക്ക് തുടങ്ങിയാല് എന്റെ അമ്മ എന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ, കലാപരമായ ചിന്തകൾ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊണ്ട് വിടും. അപ്പം വീട്ടിലെ ഷവർ ഇച്ചിരി കട്ടിയായിട്ട് തുറന്ന ശ്വാസം മുട്ടുന്നോണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കാറാണ് പതിവ്. എന്നെ ആദ്യം കൊണ്ട് ചേർക്കുന്നത് നീന്തൽ ക്ലാസ്സിന്. മാത്സ് എക്സാമിന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തലകുത്തി നിന്ന് പാസ് മാർക്ക് കിട്ടുന്ന എന്നെ കൊണ്ട് അബാക്കസിന് ചേർക്കുന്നു. തൃപ്തിയായി എനിക്ക്. ഇപ്പൊ നിങ്ങക്ക് എന്റെ അമ്മയുടെ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഈ വർഷം എന്റെ അച്ഛൻ 4 കോടി പേരുടെ കൂടെ കിങ്കിളി റമ്മി കളിക്കാൻ പോയിട്ട് സാമ്പത്തിക ഞെരുക്കത്തിലായതുകൊണ്ട് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ മുത്തശ്ശന്റെ അടുത്തോട്ട് വിടാൻ അവർ തീരുമാനിച്ചു. അച്ഛന്റെ റമ്മി കളിയും ഞാൻ ജീവിതം പഠിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവാനുണ്ട് ഇപ്പോഴും. അതൊരു വലിയ ചോദ്യമാണ്. ഇന്ത്യ വൺസ് ടു നോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ മുത്തശ്ശന്റെ നാട്ടിൽ പോവാൻ വേണ്ടി അമ്മ എന്നെ ഇടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. കണ്ണി മാങ്ങ പറിച്ചു നടക്കാം, കുന്നി മഞ്ചാടി കുന്നിലേറാം. എന്ത് മഞ്ചാടിക്കുന്നി, എന്ത് കണ്ണിമാങ്ങ ഈ കാലത്ത്. ഇപ്പോഴത്തെ വീട്ടിലായാലും നാട്ടിലായാലും പിള്ളേരുടെ അവസ്ഥ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കാം, ഇൻസ്റ്റാ നെറ്റ്ഫ്ലിക്സ് കണ്ട് രസിക്കാം, പിന്നെ ബോറടിച്ച് തള്ളി നീക്കാം. അമ്മ ജോലി തിരക്കുകളിലാണ്, അച്ഛൻ മറ്റേ ഞെരുക്കത്തിലാണ്. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ആന്റിയുടെ നാടും എന്റെ മുത്തശ്ശന്റെ നാടും ഒന്നായതുകൊണ്ട് അമ്മ ചെറുതായിട്ടൊന്ന് ചോദിച്ചു, സൂസൻ ചേച്ചി എന്റെ ഞാൻ കൂടെ കൊണ്ടുക്കോളാം അവളെന്നും പറഞ്ഞോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരിങ്ങ് പോന്നു. പുള്ളിക്കാരിക്കാണെങ്കിൽ വെട്ടില് പോലെ നിക്കറിടാ ഇഷ്ടമല്ലാത്തൊരു ചെക്കനും ഉണ്ട്. അങ്ങനെ ഞങ്ങളൊരു സ്ലീപ്പർ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോവാ. കിടന്നുറങ്ങി രാവിലെ അപ്പൊ ഞാൻ സ്വപ്നം കണ്ടു എന്നെ ആരോ വെള്ളം തളിച്ച് എണീപ്പിക്കുന്നതായിട്ട്. ദൈവം സഹായിച്ച് ഞാൻ വായിക്ക് മുമ്പ് കണ്ണു തുറന്നത് നന്നായി. ഇല്ല, ആ മോളി കിടക്കുന്ന വെട്ടിലിന്റെ മൂത്രം എന്റെ വാക്കിൽ പോയണേനെ. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണല്ലോ. അങ്ങനെ ഞങ്ങള് ട്രെയിനിലെ നാട്ടിലൊക്കെ എത്തി. ബസ്സിൽ നിന്ന് ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങി കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിന് 130 കിലോമീറ്റർ അപ്പുറം ഒരു ബന്ധവും ഇല്ലാത്തൊരു നാട്. അതാണ് എന്റെ മുത്തശ്ശന്റെ നാട്. ഇപ്പം മുത്തശ്ശനെ കുറിച്ച് എനിക്ക് പറയണമെങ്കിലുണ്ടല്ലോ, സ്ഫടികം സിനിമ നിങ്ങൾ എല്ലാരും കണ്ടിട്ടില്ലേ? അതിലെ ചാക്കോമാഷിനെ കാണുമ്പോ ഞാൻ ആലോചിക്കും, ഇങ്ങനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അതാണ് എന്റെ മുത്തശ്ശൻ. ഒരു ചാക്കോമാഷ് അൾട്രാ പ്രോ മാക്സ് ആണ് എന്റെ മുത്തശ്ശൻ. പുള്ളിക്കാരൻ മറ്റേ സോപ്പ് വെട്ടി എടുത്ത് തട്ടുമോളിൽ ഇടുവായിരുന്നെങ്കിൽ എന്റെ മുത്തശ്ശൻ ഞാനും കസിൻസും കൂടി ഉണ്ടാക്കിയ മോഡേണായിട്ട് എടുത്ത് കത്തിച്ച് കളയായിരുന്നു. നാട്ടിലെ അടുത്ത ക്യാരക്ടറാണ് എന്റെ ഗൾഫുകാരൻ ചിറ്റപ്പൻ. പുള്ളിക്കാരൻ കൊണ്ടിരുന്ന ഈ ടൈഗർ ബാമും കോടാലി തൈലവും ഒക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് വീട്ടിലെ എന്റെ മുത്തശ്ശിയുടെ ജാമ്പവാന്റെ കാലത്ത് തൈലത്തിന്റെ നാറ്റത്തിൽ നിന്നൊരു ആശ്വാസം കിട്ടുന്നത്. പുള്ളിക്കാരൻ പെട്ടി പൊട്ടിച്ചപ്പം ഒരു സ്പെഷ്യൽ കുപ്പി. ഏത് ചാക്കോമാഷ ആ കുപ്പിക്ക് നോ പറയാ? അങ്ങനെ ചാക്കോമാഷിനൊരു ഐഡിയ തോന്നി, നമുക്കിത് ഇച്ചിരി നൊസ്റ്റാൾജിക് ആയിട്ട് കരിക്കുമേളൊക്കെ കൂട്ടി അടിച്ചാലോ എന്ന്. അതിന് ടച്ചിങ്സ് ആയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി അത് ഇച്ചിരി മുളക് പൊടിയൊക്കെ ചതച്ചു കൂട്ടി ടച്ചിങ്സ് ആയിട്ടും കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ എടുത്തു അപ്പുറത്തെ വീട്ടിലോട്ട് എറിയോടെറി മാവിനോട്ട്. മാങ്ങയാണെങ്കിൽ വീഴുന്നുമില്ല, എറിയുന്ന കല്ല് എങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ 2 ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം വീടിന്റെ ഫ്രണ്ടില് പോലീസ് വണ്ടി വന്ന് നിർത്തി. ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. എറിഞ്ഞ കല്ലെല്ലാം ചെന്ന് കൊണ്ടുവരുന്നത് അപ്പുറത്തെ വീട്ടിൽ കുളത്തിൽ കുളിച്ച ചേച്ചിയും ചേച്ചിയുടെ മകളുടെ മേത്തുമായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ചിറ്റപ്പന്റെ കയ്യിൽ 2 സിൽവർ വള ഇടിച്ചോണ്ട് അവര് കൊണ്ടുപോകുന്നതാണ്. എന്തായാലും ഒരാഴ്ചക്ക് വന്ന പാർട്ടി ഇപ്പോഴും നാട്ടിൽ അവിടെ ഇരിപ്പുണ്ട്. മറ്റേ ലീവ് കൊടുക്കാത്ത അറബി ഉണ്ടല്ലോ, തിരിച്ചു കയറ്റിയില്ല പുള്ളിക്കാരനെ. എന്റെ മുത്തശ്ശിക്കും വലിയ പ്രശ്നമാണ് ഞങ്ങൾ കാരണം. പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് സാധനമാണ് സീരിയല്. സീരിയല് കാണാതെ ഇരിക്കാനേ പറ്റില്ല. ഞങ്ങൾ എല്ലാരും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നടക്കത്തില്ല. കാരണം ഞങ്ങളുടെ സിനിമയും കാർട്ടൂണും കഴിഞ്ഞിട്ട് സീരിയല് കാണാൻ സമയമില്ല. അപ്പൊ ഞങ്ങൾ തമ്മിൽ വലിയൊരു അടി ഉണ്ടായി. ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു വേൾഡ് വാർ 3
നടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങള് എല്ലാരും കൂടെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരു കരാറുണ്ടാക്കി. എന്താണെന്നറിയോ? സൺ മൂൺ കരാർ. മനസ്സിലായോ? ഇനി ഐഡിയാസ്? No. സൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് ഞങ്ങളുടെ കയ്യിലും, മൂൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് മുത്തശ്ശിയുടെ കയ്യിലും. വീട്ടിലെ പ്രശ്നങ്ങളെ അവസാനിച്ചു അതോടെ. അങ്ങനെ എന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞെത്തി. എന്ത് ചെയ്യാനാ? ഇപ്പൊ ഉണ്ടല്ലോ, ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരവാ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുന്നറിയോ? എനിക്ക് എത്രയും വേഗം കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ടാവണം. എന്നിട്ട് അവരെ ഞാൻ ഇതേപോലെ വെക്കേഷന് വിടും. Yay!